തന്റെ പേരിന് പിന്നിലുള്ള സർപ്രൈസ് പൊതുവേദിയിൽ സിനിമാ സ്റ്റൈലിൽ ഇന്നലെ മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലെ പഠനകാലത്ത് തന്നെ ആദ്യമായിട്ട് മമ്മൂട്ടി എന്ന് വിളിച്ച സഹപാഠി വൈപ്പിൽ എടവനക്കാട് സ്വദേശി ശശിധരനെ അപ്രതീക്ഷിതമായി മമ്മൂട്ടി വേദിയിലേക്ക് വിളിച്ചു. കൊച്ചിയിൽ നടക്കുന്ന മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ഹോർത്തൂസ് വേദിയിലാണ് പേരിന്റെ പിന്നിലെ ആ വെളിപ്പെടുത്തൽ മമ്മൂട്ടി ഇന്നുണ്ടായത്. ഒമർ ഷരീം എന്ന് സ്വയം വിളിച്ച മുഹമ്മദ് കുട്ടിയെ മമ്മൂട്ടി എന്ന് തിരുത്തി വിളിച്ച ശശിധരന് സദസ്സിൽ നിറഞ്ഞ കൈയടി കിട്ടി. മമ്മൂട്ടിയുടെ വാക്കുകൾ: ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോരുന്ന കാലത്ത് പഠിച്ച കാലം നിങ്ങൾ കേട്ട് കാണും. എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു. എനിക്കെൻ്റെ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയതുകൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓമറെ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വീണു. അതൊരുത്തൻ എടുത്തു നോക്കിയിട്ടിട നിൻ്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു. അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടുന്നത്. പക്ഷേ പലരും ചോദിച്ചു ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളെന്ന്. പലരും സ്വമേധയ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി ദാണ്ട് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ പുള്ളിയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ്. എടവനക്കാടാണ് വീട്. അല്ല, വേറൊന്നും കൊണ്ടല്ല, ഈ പല ആളുകളും ഈ പേര് ഞെട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇയാളെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു, പുറത്തു വിടാതെ, ഒരു സർപ്രൈസ്. ഇങ്ങനെ 4 പേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതേതായാലും ഈ ഹോർത്തൂസിൻ്റെ ഈ വേദിയിൽ തന്നെ ആയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പം നമുക്ക് സംശയം മാറി കിട്ടി ആരാണ് മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു പേര് നൽകിയത്. എന്തായാലും ആ പേര് ഓരോ ദിവസവും എത്രയോ ഖണ്ഡങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.